ഗുഡ് മോർണിംഗ്. എല്ലാവരെയും മിറക്കിൾ മോർണിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഓമന KG. എറണാകുളം ജില്ലയിൽ മണിയടിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. നല്ലൊരു സുദിനം കൂടി ഈശ്വരൻ നമുക്ക് തന്നു. ആ ഈശ്വരനിലേക്ക് ഇറങ്ങി ചെല്ലാനും അറിയാനുമുള്ള മാർഗമാണ് ധ്യാനം. ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ പരിശുദ്ധ സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തിയും ബന്ധങ്ങളും എല്ലാം സ്നേഹം തുളുമ്പുന്നതാകും. സ്നേഹമാണ് നമ്മൾ മിറക്കിൾ മോർണിംഗിലൂടെ അനുഭവിക്കുന്നത്. നമ്മുടെ ഈ ബിസിനസിന്റെ വിജയം സിസ്റ്റമാണ്. അതുകൊണ്ട് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇന്ന് ആ വിഷയങ്ങൾ, സിസ്റ്റത്തിലെ ഓരോ അത്യാവശ്യ ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് 3 സ്റ്റെപ്പ് ടു ക്രൗൺ. ആ ക്രൗണിലെ 3 സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ സിസ്റ്റത്തിൽ കൂടി വിജയിക്കുന്നതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് വരുന്ന വ്യക്തിത്വം വിന്നിംഗ് ടീമിന്റെ പവർഫുൾ പേഴ്സണാലിറ്റി. KSB എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ തന്നെ മിറക്കിൾ മോർണിംഗിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മിറക്കിൾ മോർണിംഗിന്റെ സാരഥിയായി പ്രവർത്തിച്ചുകൊണ്ട് പൂരങ്ങളുടെ നാട്ടിൽ നിന്നും വരുന്ന എൻ്റെ മെന്ററുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വെങ്കടേഷ് സാറിനെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സ്നേഹാദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം വെങ്കടേഷ് സാർ ഫ്രം തൃശൂർ. പ്ലീസ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. വളരെ നല്ലൊരു ഇന്ററാക്ഷൻ ആണ് നമുക്ക് ഓമന സിസ്റ്റർ എനിക്ക് തന്നത്. വളരെയധികം സന്തോഷം. ഈ തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് നമ്മൾ എന്താണോ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അതിൻ്റെതായിട്ടുള്ള സെൻസിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എനിവേ, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും ഞാൻ പ്രത്യേകം വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ഡേ ആണ്, മാർച്ച് 31. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷത്തിന്റെ, ഒരു ഫിനാൻഷ്യൽ ഇയറില് ഒരു വർഷത്തിന്റെ ഗോളുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ തിരക്കിലാണ്. ഫൈനൽ ടച്ചപ്പിനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടെ നമുക്കറിയാം ഇന്ന് ഇവിടെ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ തന്നെ വേർഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല വളരെ എനർജിയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വിന്നിംഗ് ടീമിനോടും വിന്നിംഗ് ടീമിന്റെ ലീഡേഴ്സിനോടും ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അതിലേറെ ഈ പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരോടും പ്രത്യേകം സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് കടക്കാം. നമുക്കറിയാം ഓരോ ദിവസവും മിറാക്കിൾ മോർണിംഗിലെ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് കിട്ടുന്നത് മെഡിറ്റേഷൻ. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു 10-20 മിനിറ്റ് ആണ് നമുക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് റെഗുലർ ആയിട്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ആ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിമാർക്കബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പലരെയും നമ്മൾ ഈ വേദിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെയിം ടൈം സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള സെഷൻസ്, ലീഡർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള സെഷൻസ് ആണ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ സെഷൻസ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ടീച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 3-4 പോയിന്റുകളാണ്, 3-4 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഒന്നാണ് 10 കോർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്.
10 കോർ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 മാസങ്ങളായിട്ട്, ഇപ്പോൾ 3-ാമത്തെ മാസമാണ്, 2 മാസങ്ങളായിട്ട് കഴിഞ്ഞ മാസം ഈ മാസമായിട്ട് നമ്മൾ 10 കോർ സ്റ്റെപ്പിനെ കുറിച്ച് വളരെ നന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓരോ പോയിന്റും എടുത്തെടുത്ത് പറഞ്ഞ്, ഓരോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് എടുത്തെടുത്ത് പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പൊ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് 13 എസെൻഷ്യൽസ് എന്ന് പറയുന്ന പാർട്ട്. 13 എസെൻഷ്യൽസിന്റെ അത് നമ്മൾ ഒരു 5 ഭാഗമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. 13 എസെൻഷ്യൽ ആണെങ്കിൽ കൂടെ നമ്മൾ 5 സെഷൻ ആയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 കാർഡിനൽ റൂള്, അതുപോലെ തന്നെ 7 ഗൈഡ് ലൈൻസ്, പ്ലസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ ഈ വിന്നിംഗ് ടീമിനെ വിന്നിംഗ് ടീമായിട്ട് നിലനിർത്തുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ് 3 സ്റ്റെപ്സ് ടു ക്രൗൺ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓൾറെഡി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം സുധിഷി ചെയ്തതാണ്. വളരെ നല്ല രീതിയിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു സെഷൻ നമുക്ക് പാർട്ട് 1 ആയിട്ട് 3 സ്റ്റെപ്സ് ടു ക്രൗണിന്റെ പാർട്ട് 1 എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇപ്പൊ ഈ 3 സ്റ്റെപ്സ് ടു ക്രൗണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, വെസ്റ്റീജ് ബിസിനസ്സിലെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മള് ഫസ്റ്റ് ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടത്, അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ലോങ് ടേം സസ്റ്റൈനബിൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ ഡയറക്ടറാണ്. പിന്നെ ഇപ്പോ വരുത്തിയിട്ടുള്ള മാറ്റം അനുസരിച്ച് ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വോളിയം കൂടുന്നതിനനുസരിച്ച് അയാള് അടുത്ത ലെവലുകളിലേക്ക് മാറുന്നുണ്ടായിരിക്കും. UCD, DCD, DUCD ലെവലിലേക്കൊക്കെ മാറാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അടുത്ത ബോണസുകളും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഹയർ വോളിയംസ് ഉണ്ടാവുന്നതിനനുസരിച്ച് വരുമാനം കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോ ഇതുവരെ 1 കോടി രൂപ വരുമാനം മേടിച്ച ആള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു മാറ്റത്തിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 3 കോടിയിലധികം വരുമാനം മേടിക്കാൻ സാധ്യത വരെ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ബേസ് ലെവല്, അതായത് നമ്മളുടെ വെസ്റ്റീജ് ബിസിനസ്സിലെ ഏറ്റവും ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. 1 lakh ക്രൗൺ ഡയറക്ടർ എന്നാണ് പറയുക. 1 year 1 lakh ക്രൗൺ ഡയറക്ടർ. അതാണ് നമ്മുടെ VIP പ്രോഗ്രാമിലൊക്കെ നമുക്ക് ട്രെയിനിങ് ആയിട്ട് നമുക്ക് തരാറുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ക്രൗൺ ഡയറക്ടറിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ 6 ടീമുകളിൽ ബ്രോൺസ് ഡയറക്ടർ ആൻഡ് അബോവ് ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്ത് വരുമ്പോൾ ആണ് നമ്മൾ ഒരു ക്രൗൺ ഡയറക്ടർ ലെവലിലേക്ക് എത്തുന്നത്. അത് 3 മാസം മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഹൗസ് ഫണ്ടിനും കൂടെ എലിജിബിൾ ആവുന്നുണ്ടായിരിക്കും. പ്രതിമാസം 1 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഹൗസ് ഫണ്ട് കിട്ടാൻ അർഹത ഈ ഒരു ക്രൗൺ ഡയറക്ടർ ലെവലിലൂടെ അച്ചീവ് ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് വെസ്റ്റീജിനെ സംബന്ധിച്ച് ഈ ക്രൗൺ ഡയറക്ടറിന്റെ ഇമ്പോർട്ടൻസ് പറയാവുന്നത്. അതേ സമയത്ത് വിന്നിംഗ് ടീമിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, വിന്നിംഗ് ടീം ഏറ്റവും സീരിയസ് ആയിട്ട് ഏറ്റവും ബേസ് അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത് ക്രൗൺ ഡയറക്ടർ തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പുകൾ നമ്മുടെ വിന്നിംഗ് ടീം നമുക്കിവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് കോർ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, 3 സ്റ്റെപ്സ് ടു ക്രൗൺ, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അതിന്റെ പാർട്ട് 2 ആണ് ഞാനിവിടെ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. പാർട്ട് 1 വളരെ ക്ലിയർ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് കോർ ക്ലബിൽ എത്തുന്നതിന്റെ ഇമ്പോർട്ടൻസ്, കോർ ക്ലബിൽ എത്തിയാലുള്ള അഡ്വാൻറ്റേജസ്, അതിനെ സംബന്ധിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ സിസ്റ്റർ, സ്ലൈഡ്. ഹലോ,
ഓക്കെ, നമുക്കറിയാം 3 സ്റ്റെപ്സ് ക്രൗണില് 3 പോയിന്റുകൾ നമ്മൾ പറയാറ്. 3 പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കോർ ക്ലബ്ബാണ്, 2 ഗോ ഗെറ്റർ ക്ലബ്ബാണ്, മൂന്നാമത് ക്രൗൺ ക്ലബ്ബാണ്. അപ്പൊ അതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് കോർ ക്ലബ്ബ് എന്ന് പറയുന്ന പാർട്ടാണ്. അതില് ഒരുപാട് കാര്യങ്ങൾ അന്ന് സുധീഷ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് റീകാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ പേഴ്സണൽ PV അതാണ് നമ്മൾ പുറത്തേക്ക് നമുക്ക് കാണാവുന്ന ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ PV 150 PV. അത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു റിയൽ ലീഡർഷിപ്പിലേക്ക് മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. ഇവിടെ നമ്മുടെ വിന്നിംഗ് ടീം നമുക്ക് പറയുന്നത് 10-ാം തീയതിക്ക് മുമ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഞാൻ പറയുക എന്താണെന്ന് ചോദിച്ചാൽ 10-ാം തീയതി വരെ വെയിറ്റ് ചെയ്യരുത്. ആദ്യത്തെ 1-2 ദിവസത്തിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലീഡർഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഡ്രിവൺ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ ചെയ്തെത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഡെയിലി ബേസിസിൽ നമ്മൾ 10 കോർ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ചെയ്യാന്നുള്ളതല്ല, സ്ഥിരമായിട്ട് എല്ലാ ദിവസവും. മിറാക്കിൾ മോർണിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്കുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് എല്ലാ ദിവസവും അവരുടെ ഡ്രീം, അവരുടെ ഗോള് വിഷ്വലൈസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഡ്രീം ആയിക്കോട്ടെ, നമ്മൾ കമ്മിറ്റ്മെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആക്ഷൻ പാർട്ടിൽ നമ്മൾ നമ്മളുടെ ലിസ്റ്റ് ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ആയിക്കോട്ടെ, അതുപോലെ പ്ലാൻ പ്രസന്റേഷൻ, ഇങ്ങനെ ഏത് പാർട്ട് എടുത്തു നോക്കിയാലും അതൊക്കെ ഡെയിലി ബേസിസിൽ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 കോർ സ്റ്റെപ്പിന്റെ ഒരു പ്രവാചകനായിട്ട് മാറുക എന്നുള്ളതാണ് ഒരു കോർ ക്ലബിലെ ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതൊരു പോയിന്റ് സുധീഷ് എക്സ്പ്ലെയിൻ ചെയ്ത്, വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസന്റർ ആവുക എന്നുള്ളതാണ്. ഒരു കോർ ക്ലബിൽ വരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളൊരു നല്ല പ്രസന്റർ ആയിരിക്കും. പ്രസന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ബിസിനസിനെ കുറിച്ചായിക്കോട്ടെ, പ്രോഡക്റ്റിനെ കുറിച്ചായിക്കോട്ടെ വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട്, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലേറ്റവും വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രണ്ടാളെ കണ്ട മിണ്ടില്ല എന്ന് മാത്രമല്ല, ഒഴിഞ്ഞു മാറുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തി ഇന്നിപ്പോ എത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക്, ഒരു പേഴ്സണൽ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് സിസ്റ്റം അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറായതുകൊണ്ടാണ്. അപ്പൊ ഒരു പ്രസന്റർ എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ആണ്. അതേ സമയത്ത് സാധിക്കാത്ത ഘടകമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ പറ്റും എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം 5 ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ 500 PV സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 500 PV സർക്കിൾ ഇത് വളരെ വളരെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർ ക്ലബിലെ ഏറ്റവും ബേസ്മെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ക്രക്സ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കാരണം നമ്മുടെ പേഴ്സണൽ PV പ്ലസ് നമ്മുടെ ഫ്രണ്ട് ലൈനേഴ്സ് ആയിട്ടുള്ള 5-6 പേരുടെ പേഴ്സണൽ PV ക്ലബ് ചെയ്ത് വരുമ്പോ ടോട്ടലി വരുന്ന വോളിയം 500 PV വരുമ്പോൾ നമ്മൾ 500 PV സർക്കിൾ എന്ന് പറയും. ആ 500 PV സർക്കിളുകളുടെ ടോട്ടൽ നമ്പറിനനുസരിച്ച് എത്ര 500 PV സർക്കിൾ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ വോളിയത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആയതുകൊണ്ട് തന്നെ കോർ ക്ലബിലെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 500 PV സർക്കിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇത് വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ വിന്നിംഗ് ടീം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും 2 മാസത്തെ ഈ പ്രോഗ്രാമില് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 500 PV ക്ലബിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ്, ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാള് വിന്നിംഗ് ടീമിന്റെ ടൂൾസ് ശരിയായിട്ടുള്ള വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരാളായിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും ടൂൾസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
നമ്മളുടെ പ്രവർത്തനങ്ങളെ വളരെ ലഘൂകരിക്കാനായിട്ട്, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ടൂൾസ് നമ്മൾ ഉപയോഗപ്പെടുത്താം. നമ്മളുടെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആയിക്കോട്ടെ, റോഡ് മാപ്പ് ടു സക്സസ് ആയിക്കോട്ടെ, ഇതുപോലെയുള്ള ടൂൾസ് നമ്മൾ വിന്നിംഗ് ടീമിന്റെ ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റീജിന്റെ ടൂൾസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് വിന്നിംഗ് ടീമിൻ കോർ ക്ലബിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് സുധീഷ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇനി ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ഗെറ്റർ ആണ്. ഗോ ഗെറ്റർ ക്വാളിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഗോ ഗെറ്റർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 6 ടീമില് കോർ ക്ലബ്ബുകൾ വന്നു കഴിഞ്ഞാൽ, 6 ടീമില് വ്യത്യസ്തമായിട്ടുള്ള 6 ടീമില് കോർ ക്ലബ്ബുകൾ വന്നു കഴിഞ്ഞാൽ, കോർ ക്ലബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ, അവരുണ്ടായി കഴിഞ്ഞാൽ, ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്ന പൊസിഷനാണ്, അല്ലെങ്കിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന പൊസിഷനാണ് ഗോ ഗെറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അയാള് ദ ചങ്ക് ആണ്, ദ ക്രക്സ് ആണ്. അത് ഈ ഒരു അയാളുടെ സ്വന്തം ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ 6 പേര് നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് എത്ര പേരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു, നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ടീമിലും എത്ര കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 6 കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുമ്പോഴാണ്, 6 പേര് ബ്രോൺസ് ഡയറക്ടർ ലെവലിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾ ഇതിലെ ക്രൗൺ ഡയറക്ടർ ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലെഗില് 6 ടീമില് ഓരോ കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുമ്പോഴാണ് നിങ്ങൾ തുടക്കം കുറിച്ചത്, അതായത് ലീഡർഷിപ്പിന്റെ തുടക്കം കുറിച്ചത്, ഒരു ക്രൗൺ ആവുന്നതിന്റെ ഒരു തുടക്കം കുറിച്ചത് നിങ്ങൾ എവിടെ നിന്നാണ്, എപ്പോഴാണെന്ന് തുടക്കം കുറിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയാ, നിങ്ങളൊരു ഗോ ഗെറ്റർ ആവുമ്പോഴാണ് നിങ്ങൾ തുടക്കം കുറിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കോർ ഡിസ്ട്രിബ്യൂട്ടർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾ വളരെ സീരിയസ് ആണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്രൗൺ ക്ലബിലേക്കുള്ള അല്ലെങ്കിൽ ക്രൗണിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറയുന്നെങ്കിൽ അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഗോ ഗെറ്റർ ആണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളൊരു ഗോ ഗെറ്റർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും യെസ്, യു ആർ ഓൺ ദ വേ ടു ക്രൗൺ. ആൻഡ് ഈ ഒരു ക്രൗണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ വിന്നിംഗ് ടീം വിഭാവനം ചെയ്യുന്ന ലോങ് ടേം സസ്റ്റൈനബിൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്തുന്ന, ആ ഒരു ക്രൗണിലേക്ക് എത്തുന്ന, അതായത് ഒരു ക്രൗൺ ആവുമ്പോൾ ഒരു 1 to 3 lakh ഇൻകം മേടിക്കാൻ പറ്റുന്ന ആ ലെവലിലേക്ക് ആയിരിക്കും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ എത്താൻ പോകുന്നത്. അപ്പൊ അതിന്റെ തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഗോ ഗെറ്റർ ക്ലബ് എന്ന് പറയുന്ന ഇതിലേക്ക്. അപ്പോ നിങ്ങളുടെ കൂടെ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ടീമില് എത്ര കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 ടീമില് കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഈ 6 കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കുന്നത് ന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് ആയതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ റെക്കഗ്നിഷൻ കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു ഗോ ഗെറ്റർ ആയിട്ട് മാറുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ടീമിലും ഒന്നിലധികം കോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോ ഗെറ്ററിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാനിപ്പോ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് ഗോ ഗെറ്റർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു CEP ക്ലബ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ വിന്നിംഗ് ടീമിന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് വരുന്നത് ഏകദേശം ഒരു 700 രൂപയുടെ അടുത്താണ് വരുന്നത്. ഒരു ദിവസം 2 രൂപയുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാനുള്ള പൈസയില്ല, അത്രയും കൂടി വേണ്ട നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട. നമുക്ക് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള ഡേ ടു ഡേ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മളെ 10 കോർ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഡേ ബൈ ഡേ നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ CEP ക്ലബിൽ എൻറോൾ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
നമ്മൾ CP ക്ലബിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈനായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമുണ്ടായിരിക്കും. മാത്രമല്ല അപ്ലൈനായിട്ട് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എവിടെയാണ് എന്താണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്കത് നമ്മളുടെ ഡാറ്റ കാണുമ്പോൾ തന്നെ നമ്മുടെ അപ്ലൈന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതാണ് CP ക്ലബിന്റെ CP പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളുടെ മിറാക്കിൾ മോർണിംഗ് CP ക്ലബ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വരുന്നത്. ഡെയിലി ബേസിസിൽ നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കാണുന്നുണ്ടായിരിക്കുക. സ്വാഭാവികമായിട്ടും ഡിസിപ്ലിൻ ഉള്ള സ്ഥലത്താണ് നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ CP പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു സ്ഥിരതയുടെ ഒരു തുടക്കം, അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്ന കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് CP പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് CP പ്രോഗ്രാം എന്ന് പറയുന്നത്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഏത് പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ മാതാമൃതാനന്ദമായി അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള ഓരോ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ റെഗുലർ ആയിട്ട് അവരുടെ മെസ്സേജുകൾ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പാർട്ടിന്റെ ഭാഗമായിട്ട് ചിലപ്പോ അവര് ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടുണ്ടാവും. അപ്പൊ അതിൽ ഈ ഒരു പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട്, ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തുടക്കം കുറിക്കുന്നത് ഒന്നും അറിയാത്ത വിധത്തിലാണ്. ഈ ബിസിനസ്സിലേക്ക് വന്നത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ റെക്കമെൻഡ് ചെയ്തതുകൊണ്ട്, അവര് ചിലപ്പോൾ അവരുടെ നിർബന്ധം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വന്നതായിരിക്കും. പക്ഷെ റിയൽ ആയിട്ടുള്ള ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ലോങ് ടേമിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത് കണ്ടിന്യൂയിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലുള്ള ഒരു വ്യക്തിക്കാണ് അത് സാധിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരു ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മസ്റ്റ് ആയിട്ടൊരു CP പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഗോ ഗെറ്റർ ആയി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കൂടെ എത്ര പേര് ഗോ ഗെറ്റേഴ്സ് ഉണ്ട്, എത്ര ടീമിൽ ഗോ ഗെറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേര് CP പ്രോഗ്രാമിലുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്ന പോയിന്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വിന്നിംഗ് ടീം സിസ്റ്റം ആണ്. എന്താണ് വിന്നിംഗ് ടീം സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്? എന്താണ് വിന്നിംഗ് ടീം സിസ്റ്റം? നമ്മളെ റീപ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്കറിയാം പീപ്പിൾ ആർ ഡിഫറെന്റ്, ഓരോ വ്യക്തികളും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത്, ഡീൽ ചെയ്യണ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഡീലിംഗ് ആണ്, വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരിക്കുക. അതേ സമയത്ത് ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്സ് ആണ്, ഒരു അറേഞ്ച്മെന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ആ പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കും അവിടെ പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് വിന്നിംഗ് ടീം, നമ്മുടെ ഗ്രോത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ളത് വിന്നിംഗ് ടീമിന്റെ സിസ്റ്റമാണ്. നമുക്കറിയാം ഇന്നിപ്പോ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വെസ്റ്റേജിലെ ഏറ്റവും വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷൻ ആണ് വിന്നിംഗ് ടീം എന്ന് പറയുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ആ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മളുടെ ഗോ ഗെറ്റർ ക്ലബിൽ വരുന്ന ആളായിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഗോ ഗെറ്റർ ക്ലബിൽ വരുന്ന ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നുണ്ടാവുക.
വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഓൾ ഓവർ വേൾഡില് എവിടെയൊക്കെ വെസ്റ്റീജ് വർക്ക് ചെയ്യുന്നുണ്ടോ, വിന്നിംഗ് ടീം വർക്ക് ചെയ്യുന്നുണ്ടോ, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് പറ്റുന്നത് നിങ്ങൾ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഒരു ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്ന ആളായിരിക്കും. ഓക്കെ, എല്ലാത്തിനും ഞാൻ എന്ന് മാത്രം പറയുന്നതിന് പകരം നമുക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് മാറാനും വിന്നിംഗ് ടീമിന്റെ സിസ്റ്റത്തിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നതും അതിലൂടെ ബിൽഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ഈ ഒരു ഗോ ഗെറ്ററിന്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ആണ്. പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്, ആക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ആക്ഷൻ പാർട്ടിൽ നമുക്കറിയാം 4 ബേസിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. ലിസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻവൈറ്റേഷൻ ആണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പാർട്ടിലാണ് ഷോ ദ പ്ലാൻ എന്ന് വരുന്നത്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമ്മുടെ അപ്ലയൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അതേ സമയത്ത് ഒരു ഗോ ഗെറ്റർ ലെവലിലേക്ക്, ഒരു കോർ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ നിന്ന് ഒരു ഗോ ഗെറ്റർ ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾ ഒരു പ്രസന്റർ ആണ്. അപ്പൊ ഒരു ഗോ ഗെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രസന്റർ, സൂപ്പർ പ്രസന്റർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒരു പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്താണെന്നുള്ളതാണ് ഞാനിപ്പോ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിസ്റ്ററെ, പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതില് ആക്ഷൻ പാർട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതില് ഇവിടെ മിനിമം പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യാം. ഏറ്റവും മിനിമത്തിൽ എത്ര വേണം എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതനുസരിച്ച് ഒരു ദിവസം 2 പ്ലാനെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരാളായിരിക്കണം ഗോ ഗെറ്ററിൽ വരുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം 2 പ്ലാനെങ്കിലും ചെയ്യുന്ന ആളായിരിക്കണം. അത് 1 to 1 ആയിരിക്കാം, ഹോം മീറ്റിംഗ് ആയിരിക്കാം. പ്രിഫറബിളി ഹോം മീറ്റിംഗ് ആണ് നല്ലത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ശരിയായിട്ടുള്ള രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാത്തിനും അപ് ടു ദ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന വ്യക്തിയാണ്. ആൾക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യാനായിട്ട് അറിയാം, പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് അറിയാം, ആളുടെ ടീമിൽ വരുന്ന ആൾക്കാരെ ഗൈഡ് ചെയ്യാനായിട്ട് ആൾക്കറിയാം, ആളുടെ ടീമിൽ വരുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു അപ് ടു ദ മാർക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഗോ ഗെറ്റർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ദിവസം 2 പ്ലാനെങ്കിലും മിനിമം ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മാസം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 60 പ്ലാനെങ്കിലും അയാളുടെ കെയർ ഓഫിൽ നമുക്ക് ചെയ്യാനായിട്ട്, ഇയാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അയാളും അയാളുടെ ടീമും കൂടിയിട്ടായിരിക്കും മിക്കവാറും ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ 60 പ്ലാന് ഒരു പ്ലാനിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയുള്ളെങ്കിൽ പോലും 60 പ്ലാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു 50% എന്താ പറയുക സക്സസ് റേഷ്യോ ആണ് വന്നുള്ളൂ എന്ന് കണക്കാക്കുക. ഞാൻ 50% അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ 100% നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഹോം മീറ്റിംഗിലൊക്കെ ആണെങ്കിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. 50 to 100% നമുക്ക് ഉണ്ടാക്കാൻ റിസൾട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് 50% സക്സസ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 30 സൈനപ്സ് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ 30 സൈനപ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 30 പേര് 100 PV നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു 3000 ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ ബിസിനസ് ഒരു ഗോ ഗെറ്റർ ആയിട്ടുള്ള ആള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്ന പോയിന്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു ഗോ ഗെറ്റർ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ബിസിനസ് നിങ്ങൾ മുഖാന്തരം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓൾറെഡി കോർ ക്ലബിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാളുടെ പേഴ്സണൽ PVയും അയാൾ 500 PV സർക്കിളിൽ വരുന്ന ആളാണ്. അപ്പൊ അതെല്ലാം കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ
നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഒരു ഗോഗറ്റർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ടീമിൽ ഒരുപാട് കോർ ക്ലബിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ബിസിനസ് നമ്മൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തതാണ്. അത് കൂടാണ്ട് നമ്മൾ സ്ഥിരതയോട് കൂടിയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ബിസിനസ് ഒരു കോർ ക്ലബിൽ വരുന്ന ഒരു വ്യക്തി 500 PV സർക്കിളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതും കൂടി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം രൂപയുടെ ബിസിനസ് ഒരു ഗോ ഗെറ്റർ ലെവലിലുള്ള വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോ ഗെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20,000 റുപ്പീസിന്റെ അടുത്തുള്ള ഇൻകം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, 20,000 രൂപയുടെ അടുത്തുള്ള വരുമാനം റെഗുലർ ആയിട്ട് ഒരു സൈഡ് ഇൻകം ആണ് പറയുന്നത്. അത് നമുക്ക് റെഗുലർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ കൂടുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മാത്രമാണ് ഗോഗറ്റർ എങ്കിൽ അടുത്ത മാസങ്ങളിൽ നമ്മുടെ കൂടെ ഗോഗറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വേറെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോഗറ്റേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് വോളിയം കൂടുന്നുണ്ടായിരിക്കും. വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുന്നുണ്ടായിരിക്കും. ശരിയല്ലെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ഗോഗറ്റർ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കൊരു 22 ലാഖിന്റെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ഗോഗറ്ററും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ ബിസിനസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ ടോട്ടൽ ടീമിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 30,000 40,000 രൂപയുടെ അടുത്തുള്ള വരുമാനം നമുക്ക് ടോട്ടലി അങ്ങനെയുള്ള ഒരു ഇതിൽ കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. യെസ് ഓർ നോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഇപ്പൊ ഓരോ ആൾക്കാരും ഗോഗറ്റർ ലെവലിലേക്ക് മാറുന്നതിന്റെ സൂചന അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇതനുസരിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ ടേൺ ഓവർ കൂടുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വിന്നിംഗ് ടീമിന്റെ ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടാകും. ഒരു ഗോഗറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ മിനിമം ഒരു 500 രൂപയുടെ ടൂൾസ് എങ്കിലും കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നമ്മുടെ കൂടെ വരുന്ന പുതിയ ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമുക്ക് വാങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാവണം. അതുപോലെ തന്നെ വെസ്റ്റീജിന്റെ സ്റ്റാർട്ടർ പാക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊക്കെ അക്കൗണ്ട് കൂടെ നോക്കിയാലും ടൂൾസും കൂടെ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം. കാരണം ടൂൾസ് ആണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, സിസ്റ്റം ആണ് നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഗോഗറ്റർ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പിന്റെ ബെഞ്ച് മാർക്കായിട്ട് അല്ലെങ്കിൽ ആ ബേസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളൊരു ഗോഗറ്റർ ആയാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ആ ക്രൗൺ യാത്രയില് നിങ്ങൾ ക്രൗൺ യാത്രയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ ക്രൗണിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മളുടെ ഗോഗറ്റർ ഇതാണ് ഗോഗറ്റർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 6 ടീമിൽ കോർ ക്ലബ്ബ് വരുമ്പോൾ നമ്മൾ ഗോഗറ്റർ ആയി. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രൗൺ ക്ലബ്ബ് ആണ്. ക്രൗൺ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 ടീമില് ക്രൗൺ ക്ലബ്ബ് വന്നു കഴിഞ്ഞാൽ ഗോഗറ്റർ വന്നു കഴിഞ്ഞാല് നമ്മൾ ക്രൗൺ ക്ലബ്ബിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ എത്തുന്ന ഒരു 2 ലക്ഷം രൂപയുടെ ബിസിനസ് 6 ടീമിൽ നടക്കുമ്പോൾ നിങ്ങൾ ആരായി? നിങ്ങൾ ക്രൗൺ ആയി. അങ്ങനെയുള്ള ക്രൗണ് പിന്നെ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും 10-12 ലക്ഷം രൂപയുടെ ബിസിനസ് നിങ്ങളുടെ ടീമില് മിനിമം ലെവലിൽ നടക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഒരു ക്രൗൺ ക്ലബിലേക്ക് എത്തുന്നുണ്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 80 to 1 lakh റുപ്പീസിന്റെ മുകളിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ക്രൗൺ ക്ലബിലേക്ക് എത്തുന്ന ഒരു വ്യക്തി, ഒരു ക്രൗൺ ക്ലബിലൂടെയാണ് നിങ്ങൾ ക്രൗൺ ഡയറക്ടർ ലെവലിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 1 lakh അബോവിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. പിന്നെ ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടീമില് ഗോഗറ്റേഴ്സ് കോർ ക്ലബിലുള്ള ആൾക്കാർ വരുന്നതിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റെബിലിറ്റി കൂടുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വരുമാനം കൂടുന്നുണ്ടായിരിക്കും. 1 ലക്ഷം എന്നുള്ളത് 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ എത്തുന്നതിലേക്ക് നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ക്രൗൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ജനറലി നമുക്ക് നോക്കാം ഈ ഒരു പ്രോസസ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ പറയുന്നത്. 6 ടീമിൽ നമുക്ക് ഗോഗറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രൗൺ ക്ലബിലേക്ക് വരുന്നുണ്ടായിരിക്കും.
ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറി എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ 100% പ്രോഡക്റ്റ് യൂസർ ആണ്. അതുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവല്, നമുക്ക് റിസൾട്ടുകൾ, ഇതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്കായിക്കോട്ടെ, നമ്മുടെ ആയിക്കോട്ടെ, നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റാർട്ടപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നല്ല മൊമെന്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടീമിൽ കൂടുതൽ ആൾക്കാർ, ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആക്ടിവിറ്റി ലെവൽ ഈ ലെവലിൽ മുന്നോട്ട് പോകുമ്പോൾ, ഒരു ദിവസം 2 പ്ലാനിൽ കൂടുതൽ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സദാ ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ടീമിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടൽ മൊമെന്റം വരുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിന്റെ ബെനിഫിറ്റുകളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. കുറച്ചും കൂടെ ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ട്. അടുത്ത സ്ലൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്താണ്? 3 സ്റ്റെപ്പുകൾ. ആദ്യം നിങ്ങൾ ഒരു കോർ ക്ലബിലേക്ക് വരിക, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗോ ഗെറ്റർ ക്ലബിലേക്ക് വരിക, നെക്സ്റ്റ് നിങ്ങൾ ക്രൗൺ ക്ലബിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാനായിട്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ വിഡ്ത്ത് ആയിക്കോട്ടെ, നമ്മുടെ ഡെപ്ത് ആയിക്കോട്ടെ, വിഡ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ബിസിനസിന്റെ വരുമാനം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നത്. ഡെപ്തിനനുസരിച്ചിട്ടാണ് സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു പ്രോസസ്സിലൂടെ, ഈ ഒരു 3 സ്റ്റെപ്സ് കൗൾ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഇത് ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മൾ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. പ്ലസ് നമ്മുടെ ടീമിൽ ഒരുപാട് ആൾക്കാർ ആ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് വരുന്നുണ്ടായിരിക്കും. അതിന്റെ റിസൾട്ടായിട്ട് നമ്മൾക്ക് മൾട്ടിപ്പിൾ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മൾ എവിടെയാണ്, ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ടീമിൽ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആരാണ് കോർ ഡിസ്ട്രിബ്യൂട്ടർ, ആരാണ് ഗോ ഗെറ്റർ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് മാറ്റാനും നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല, ശരിയായിട്ടുള്ള ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താനായിട്ട് ഇതിൽ കൂടെ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഇത്രയും അഡ്വാൻറ്റേജുകൾ നമുക്ക് എൻകാഷ് ചെയ്യാനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രോഗ്രാമാണ് 3 സ്റ്റെപ്സ് ടു ക്രൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാം, അല്ലാന്നും പറയാം. ആണെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയതുകൊണ്ടാണ് ആണെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും നോക്കേണ്ട കാര്യമുള്ളൂ. ആദ്യം കോർ ആവുക, പിന്നെ ഗോ ഗെറ്റർ ആവുക, പിന്നെ നെക്സ്റ്റ് നമ്മൾ ക്രൗൺ ക്ലബിലേക്ക് എത്തുക. ഇതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഈസി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാറ്റത്തിനനുസരിച്ച്, നമ്മൾ ചേഞ്ച് ചെയ്യണതിനനുസരിച്ച്, നമ്മൾ ചെയ്യുന്നതിന്റെ അനുസരിച്ചിട്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാറ്റം എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാം. അപ്പൊ ആ മാറ്റത്തിന്റെ തോത് സ്പീഡായിട്ട് കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് റിസൾട്ടാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ എന്താ പറയാ, ഡ്യൂപ്ലിക്കേറ്റബിൾ ആയിട്ടുള്ള, നമുക്ക് വേറൊരാൾക്ക് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് 3 സ്റ്റെപ്സ് ടു ക്രൗൺ എന്ന് പറയുന്നത്. കഴിഞ്ഞ പാർട്ടിലും ഈ പാർട്ടും കൂടി നിങ്ങളൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മള് വിന്നിംഗ് ടീം, വെസ്റ്റീജ് ആയിക്കോട്ടെ, വിന്നിംഗ് ടീം വിഭാവനം ചെയ്യുന്ന ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രോസസ്സ് കൂടെ തന്നെ മുന്നോട്ട് പോവുക. അതിലൂടെ ക്രൗണിലേക്ക് എത്തുമ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്രൗണായിട്ട് മാറുക. ജസ്റ്റ് 6 ടീമില് 2000 PVയുടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്രൗൺ അല്ല, അല്ലെങ്കിൽ ഒരു തവണ ക്രൗൺ ആയി പിന്നെ കാണാനില്ലാത്ത അവസ്ഥയല്ല.
നമ്മളെ സംബന്ധിച്ച് ഒരു തവണ എത്തിയ പൊസിഷനിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കയറാനായിട്ട് ടേൺ ഓവർ വൈസും വോളിയം വൈസും അതുപോലെ തന്നെ വരുമാനത്തിലും നമുക്ക് കയറി പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതിന് സാധിക്കുന്ന വിധത്തില് പറ്റണം എന്നുണ്ടെങ്കിൽ ഡിസിഷൻ നമ്മുടെയാണ്. നമ്മൾ ഇത് ഫോളോ ചെയ്യും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അത്രമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഇത് സാധിക്കാവുന്ന കാര്യമാണ്. കാരണം വിന്നിംഗ് ടീം വളരെ വളരെ പവർഫുൾ ആയിട്ട് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ DUCD-മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിന്നിംഗ് ടീമാണ്. വെസ്റ്റിജിൽ ഏറ്റവും കൂടുതൽ DUCD-മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിന്നിംഗ് ടീമിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അത് വിറ്റ്നസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഏപ്രിൽ 5, 6, 7 തീയതികളിൽ ഫാമിലി റിയൂണിയൻ വരാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിൽ ഹൈദരാബാദിൽ നടക്കുന്ന ഫാമിലി റിയൂണിയനിൽ നിങ്ങൾ ചെല്ലണ സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വിന്നിംഗ് ടീമിന്റെ പവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പവർ മനസ്സിലാക്കുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് 3 Steps to Crown. അത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും വലിയ വലിയ ലെവലിലേക്ക് എത്താനായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വിഷ് യു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം തന്നെ, ഇന്ന് ലാസ്റ്റ് ഡേ, നമ്മുടെ വർഷത്തിന്റെ ലാസ്റ്റ് ഡേ, രണ്ടും കൂടെ കൂട്ടി ഇണങ്ങുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തെ ധന്യമാക്കിയ ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതുവരെ കേട്ടോണ്ടിരുന്നത്. നമ്മുടെ ബിസിനസ്സിലെ ആ സിസ്റ്റം, അതിന് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം എങ്ങനെ കൈവരുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റെപ്പുകളാണ് സാർ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അത് എങ്ങനെയാണ് ആ സിസ്റ്റത്തിൽ കൂടി നമുക്ക് വിജയത്തിലേക്ക് എത്താം, അത് ഏത് രീതിയിൽ പോകണം, ഏതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇന്ന് സാറ് വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് സാർ പറഞ്ഞു തന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായും നമ്മളൊരു ക്രൗൺ ഡയറക്ടർ ആകും. ആ ക്രൗൺ ഡയറക്ടർ ആകുന്നതോടു കൂടി നമുക്ക് നല്ലൊരു ഭാവി നമ്മുടെ കൂടെ വരുന്നവർക്കും നമുക്കും നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് സാർ ഇവിടെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച് നമ്മുടെ കയ്യിലേക്ക് സാറ് തന്നിരിക്കുന്നത്. അത് നമ്മൾ രണ്ട് കൈയും നീട്ടി വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അത് പ്രാവർത്തികമാക്കിയേ വേണ്ടൂ. അത് നമ്മൾ പ്രാവർത്തികമാക്കുക. എല്ലാവരും ഈ ഒരു ക്രൗൺ ഡയറക്ടർ ആയിക്കൊണ്ട് 1 lakh above ഇൻകം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ് നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിന് സാധിക്കും. ഈ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുക എന്ന് വെച്ചാൽ ഫോർ, ഗോ ഗെറ്റ്, ക്രൗൺ. ഈ 3 സ്റ്റെപ്പുകളിൽ കൂടി നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്ന് സാറ് നമുക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെയൊരു സെഷൻ എടുത്ത് ഞങ്ങളുടെ അറിവിനെ ധന്യമാക്കി തന്ന സാറിനും എല്ലാവരുടെ പേരിലും, എന്റെ പേരിലും, വിന്നിംഗ് ടീമിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെ പേരും നന്ദി രേഖപ്പെടുത്തുന്നു. സാർ ഇതുപോലെയുള്ള പല സെഷനുകളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള രീതിയിലാണ് സാറിന്റെ പ്രസന്റേഷൻ. ആ പ്രസന്റേഷൻ സ്റ്റൈൽ എല്ലാവരെയും ഇത്രയും നേരം ശ്വാസം അടക്കി പിടിച്ച് അത് കേൾക്കാനായിട്ടുള്ള ഒരു മൂഡിൽ കൂടിയാണ് സാറ് കടത്തിക്കൊണ്ട് ഞങ്ങളെ പോയത്. സാറിന് നന്ദി പറയുന്നു. നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു വെരി മച്ച്.